നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയാൻ 10 പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. തീരുമാനം വനം വകുപ്പ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ. വന്യജീവി ആക്രമണം രൂക്ഷമായി ഇടുക്കിക്കും സംസ്ഥാനത്തിനും പുതിയ തീരുമാനങ്ങൾ ആശ്വാസമാകുമെന്ന പ്രതീക്ഷ. മൂന്നാർ വാഗുവരയ്ക്ക് സമീപം പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റത് തൃശൂർ സ്വദേശി ഡിൽജയ്ക്ക്. ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്ന കാട്ടുകൊമ്പൻ പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി വനം വകുപ്പ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ അറസ്റ്റിൽ. ജില്ലാ പ്രസിഡന്റിനെയും മറ്റ് 2 പ്രവർത്തകരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉപ്പുതറ പോലീസ് അറസ്റ്റ് ചെയ്തത് മന്ത്രി AK ശശീന്ദ്രന്റെ വാഹനം തടഞ്ഞ് കരിങ്കൊടി കാണിച്ചതിന്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വൃദ്ധസദനത്തിൽ പരിചരണം ലഭിക്കുന്നതിനായി മുൻകൂർ നൽകിയ പണവുമായി നടത്തിപ്പുകാരൻ മുങ്ങിയെന്ന് പരാതി. ഇതേ തുടർന്ന് തൊടുപുഴ മുതലക്കോടത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ ഭക്ഷണവും മരുന്നും മുടങ്ങി. സംഭവത്തിൽ അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയെന്ന് തൊടുപുഴ പോലീസ്. വിശദമായ വാർത്തകൾ. വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയാൻ 10 പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. വനംവകുപ്പ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വന്യജീവി ആക്രമണം രൂക്ഷമായി ഇടുക്കിക്കും സംസ്ഥാനത്തിനും പുതിയ തീരുമാനങ്ങൾ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതകൾ തുടർച്ചയായി നിരീക്ഷിക്കൽ, സന്നദ്ധ പ്രതികരണ സേന രൂപീകരിക്കൽ, പരമ്പരാഗത അറിവുകൾ ഉപയോഗപ്പെടുത്തൽ, ഭക്ഷണ ലഭ്യത വനത്തിനുള്ളിൽ തന്നെ ഉറപ്പുവരുത്തൽ, നാടൻ കുരങ്ങുകളുടെ ശല്യം തടയൽ, കാട്ടുപന്നിയുടെ ശല്യം തടയൽ, പാമ്പ് കടിയേറ്റുള്ള മരണം പൂർണ്ണമായി ഇല്ലാതാക്കൽ, മനുഷ്യ വന്യമൃഗ സംഘർഷം തടയുന്നതിനുള്ള ഗവേഷണം, പഠനം, സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കൽ, ജനങ്ങൾക്ക് അവബോധം നൽകൽ എന്നിങ്ങനെയാണ് 10 പദ്ധതികൾ രൂപീകരിച്ചിരിക്കുന്നതെന്ന് ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് പറഞ്ഞു. കാരണം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിലെ 9 പഞ്ചായത്തുകളിലും വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായി നേരിടുന്ന പ്രദേശം കൂടിയാണ്. കാട്ടാനയാണെങ്കിലും പന്നിയാണെങ്കിലും കുരങ്ങുകളുടെ ശല്യം കൊണ്ട് കൃഷിക്കാർ വല്ലാതെ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇതുപോലെയൊരു തീരുമാനവുമായി മുൻപിലേക്ക് വന്നേക്കുന്നത്. നമുക്കറിയാം, ഇവിടെ വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമാണ്. അതുപോലെ ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക RRT ടീമുകളൊക്കെ വളരെ സജീവമായി നമ്മുടെ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതായത് ഒരു മാൻ പവർ മാത്രമേ കിട്ടുന്നുള്ളൂ. അവർക്കൊരു ആയുധങ്ങളോ അല്ലെങ്കിൽ അതിനെ നേരിടുന്നതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ RRT ടീമിന് വേണ്ടുന്ന ആധുനിക സംവിധാനങ്ങളുള്ള ഉപകരണങ്ങൾ നൽകി അവരെ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ പ്രദേശത്ത് വളരെയധികം ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കാട് പിടിച്ചുകിടക്കുന്ന എസ്റ്റേറ്റുകളുടെ ഉടമകൾക്ക് അടിയന്തരമായി കാട് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു. വനത്തിലൂടെ കടന്നുപോകുന്ന റോഡുകൾക്കിരുവശവും അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ നിർദ്ദേശം നൽകി. വേനൽക്കാലത്ത് വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്നവരും വനത്തിനടുത്ത് താമസിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു. ജനവാസ മേഖലകൾക്ക് അരികിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിന് റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്നും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു. അത് ഒരു സെൻസറിംഗ് സംവിധാനത്തിലൂടെ വന്യമൃഗങ്ങൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ സെൻസറിംഗ് സംവിധാനങ്ങളിലൂടെ അത് കണ്ടുപിടിക്കപ്പെടുന്ന ഒരു സംവിധാനം ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാടിനുള്ളിൽ തന്നെ കാടിനെ നാശോന്മുഖമാക്കുന്ന അത്തരം വരുന്ന ചെടികൾ നശിപ്പിച്ചുകൊണ്ട് കാടിനാവശ്യമായ ഫലവൃക്ഷ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അതിൽ ജലത്തിൻ്റെ സാന്നിധ്യം നന്നായി ജലസാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മപരിപാടികളൊക്കെയാണ് ഗവൺമെൻറ് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇടുക്കിയെ സംബന്ധിച്ച് ഇവിടുത്തെ ഈ മേഖലയിലെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസകരമായി അത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന 28 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ലഭ്യമാക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിച്ച പ്രൊപ്പോസലിന്മേൽ അടിയന്തരമായി തുടർ നടപടികളെടുക്കും. വനങ്ങളിലൂടെ കടന്നുപോകുന്ന പാതകളിൽ രാത്രിയാത്ര നടത്തുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകും. സ്ഥിരം സഞ്ചാര പാതകൾ തുടർച്ചയായി നിരീക്ഷിക്കും. സംസ്ഥാനത്തെ എല്ലാ ഡിവിഷനുകളിലെയും ആനത്താരകൾ, വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാര പാതകൾ എന്നിവ തുടർച്ചയായി നിരീക്ഷിക്കുകയും വന്യമൃഗങ്ങളുടെ നീക്കം മുൻകൂട്ടി അറിഞ്ഞ് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യും. പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. തൃശൂർ സ്വദേശി ഡിൽജയ്ക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ രാത്രി മൂന്നാർ വാഗുവര എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. ഇതിനിടെ പടയപ്പ ലോറിക്ക് നേരെയും ആക്രമണം നടത്തി. മൂന്നാർ മറിയൂർ റോഡിൽ വാഗുവര ഫാക്ടറിക്ക് സമീപമാണ് പടയപ്പയുടെ ആക്രമണമുണ്ടായത്.
തൃശൂർ ആമ്പലൂർ സ്വദേശികളായ ഡിൽജ, ഇവരുടെ മകൻ ബിനിൽ എന്നിവർക്ക് നേരെയാണ് പടയപ്പ ആക്രമണം നടത്തിയത്. മറയൂരിലെ സ്കൂളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്ക് മേക്കപ്പിടാനുള്ള സാധനങ്ങളുമായി എത്തിയതായിരുന്നു ഇരുവരും ഇരുചക്ര വാഹനത്തിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഈ സമയം ആന റോഡിൽ നിലയുറപ്പിച്ചിരുന്നു. റോഡിൽ ആനയെ കണ്ടതോടെ ഇവർ വാഹനം നിർത്തി. ആനയെ കണ്ട വെപ്രാളത്തിൽ ഡിൽജ റോഡിൽ വീണു. ഇതിനിടെ പടയപ്പ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഡിൽജയുടെ തൊളിൽ കിടന്നിരുന്ന ബാഗ് ഉൾപ്പെടെ കാട്ടാന കൊമ്പിൽ കുത്തി ഉയർത്തി. തുമ്പിക്കൈ കൊണ്ടുള്ള അടിയിലാണ് ഡിൽജയ്ക്ക് പരിക്കേറ്റതെന്നാണ് വിവരം. ഈ സമയം പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ ബഹളം വെച്ചതോടെയാണ് ആന പിൻവാങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. கீழே படையப்பா யானை ஒத்த யானை இந்த ரோட்டில் வந்துக்கிட்டு இருக்கும்போது ஒரு 2 டூரிஸ்ட்டுக்காரங்க திருச்சூர்லேருந்து வந்தாங்க, தாய் மகனையும் வலி மறித்து இந்த இடத்துல பார்த்தீங்கன்னா கீழே போட்டு இழுத்துருச்சு. இந்த அம்மாவுக்கு குறுக்கெலும்பு உடைஞ்சிருக்கான். ஆனால் தகுந்த மக்களுக்கு பாதுகாப்பு இல்லைங்கிறது தான் இதை காமிக்குது. படையப்பா இப்போ ரொம்ப நாள் அட்டகாசம் பண்ணிக்கிட்டு தான் இருக்குது. ஆனால் இதெல்லாம் முடிஞ்சு ஃபாரஸ்ட்டுக்காரங்க வந்துட்டு ஒரு பிரயோஜனம் இல்லையே. அது எங்கேயாவது வெட்டி முடிக்க விடலாம்ல, நல்ல காரியம் செய்யலாம்ல. പിന്നീട് ഡിൽജയെ മറയൂരിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോയി. ഇവരുടെ ഇടുപ്പലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിനിടെ പടയപ്പ ലോറി തടയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ദിവസം കഴിയും തോറും മറയൂർ മൂന്നാർ മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണം വർദ്ധിച്ചു വരികയാണ്. ആന റോഡിലിറങ്ങി ഗതാഗത തടസ്സം തീർക്കുന്നതും പതിവായിരിക്കുകയാണ്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്ന കാട്ടുകൊമ്പൻ പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി വനം വകുപ്പ്. ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച് കൃത്യമായ വിവരം കൈമാറാനാണ് വനം വകുപ്പിന്റെ ശ്രമം. പടയപ്പ മതപ്പാടിലാണെന്നും മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറിൽ കൂടുതലായി ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ട്. മൂന്നാർ മറയൂർ റോഡിൽ വാഗുവരയ്ക്കു സമീപം ഇരുചക്ര വാഹന യാത്രികരെ ആക്രമിച്ചതാണ് ഒടുവിലത്തെ സംഭവം. ഇതിന് പിന്നാലെയാണ് വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കാൻ കൂടുതൽ പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച് കൃത്യമായ വിവരം കൈമാറാനാണ് വനംവകുപ്പിന്റെ ശ്രമം. പടയപ്പ മതപ്പാടിലാണെന്നും മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറഞ്ഞു. നിരീക്ഷണം ശക്തമാക്കുക, ഈ ആനയുടെ കൃത്യമായ ലൊക്കേഷൻ ജനങ്ങളെ അറിയിക്കുക. ഒരു ഹൈവേയിലോട്ട് ആന വരികയാണെങ്കിൽ അതിനെ ഓടിച്ചു വിടാനുള്ള സംവിധാനം ചെയ്യുക. അതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 5 പേരുണ്ടാവും. പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടുന്ന് കൂടുതൽ ആളുകൾ വാഹനത്തിലൂടെ എത്തിച്ചേരും. ഇത് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അപകടപരമായ ഇത് ലെയിൻസിനൊക്കെ അടുത്തേക്ക് നീങ്ങുകയാണെങ്കിൽ മാത്രം കൂടുതൽ ആളുകൾ അവിടോട്ട് ചെല്ലും. ഇവിടെ ഇപ്പോൾ മസ്തിലാണെന്നാണ് വെറ്റിനറി ഡോക്ടർ അഭിപ്രായപ്പെട്ടത്. അത് തന്നെ ആയിരിക്കാം ഇതിന് കാരണം. ഇന്നലെ അങ്ങനെയാണ് സംഭവിച്ചതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇവിടുത്തെ ലോക്കൽസിനെല്ലാം കൃത്യമായിട്ട് മെസ്സേജുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വിനോദസഞ്ചാരികൾക്ക് ഇത് കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് വഴിയിൽ എവിടെയെങ്കിലും വെച്ച് 1-2 പോയിന്റിൽ ഈ ആനകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ഈ എല്ലാ വാഹനങ്ങളിലും ഒരു മെസ്സേജ് കൊടുക്കാനുള്ളൊരു സംവിധാനം 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ ആലോചിച്ചിട്ട് രൂപീകരിക്കും. 5 പേരടങ്ങുന്ന സംഘം രാത്രിയും പകലും ആനയെ നിരീക്ഷിക്കും. കാട്ടുകൊമ്പൻ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലിറങ്ങുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. ദിവസങ്ങൾക്ക് മുമ്പേ ആന മതപ്പാടിലാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ വർഷവും ആന മതപ്പാടിന്റെ കാലയളവിൽ വാഹനങ്ങൾക്ക് നേരെയടക്കം പരാക്രമം നടത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ അറസ്റ്റിൽ. മന്ത്രി AK ശശീന്ദ്രന്റെ വാഹനം തടഞ്ഞ് കരിങ്കുടി കാണിച്ചതിനെ തുടർന്നാണ് ജില്ലാ പ്രസിഡന്റിനെയും മറ്റ് 2 പ്രവർത്തകരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉപ്പുതറ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലിനെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്നുമാണ് ഉപ്പുതറ CIയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെ ഔദ്യോഗിക യാത്രയ്ക്കിടെ തടഞ്ഞു നിർത്തി കരിങ്കുടി കാട്ടി, മന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഫ്രാൻസിസിനെ അറസ്റ്റ് ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ്. ജില്ലയിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിലെത്തിയ വനംവകുപ്പ് മന്ത്രിക്ക് നേരെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധം മാത്രമാണ് നടത്തിയതെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇതിനോടകം 7 മനുഷ്യജീവനുകളാണ് വന്യമൃഗ ശല്യങ്ങളുടെ ആക്രമണമായി നഷ്ടപ്പെട്ടിട്ടുള്ളത്. ജില്ലയിൽ ഒരാഴ്ചയ്ക്ക് 3 മനുഷ്യജീവനുകൾ പൊളിഞ്ഞിരിക്കുക. അപ്പോൾ അതിനെതിരെ വനം വകുപ്പ് മന്ത്രി ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധങ്ങളുണ്ടാകും. ആ പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ആ പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിൽ ജാമ്യമില്ല കുറ്റം ചുമത്താൻ മാത്രമുള്ള കുറ്റം നിന്ന് പുറത്തെടുക്കുക. ശക്തമായ പ്രതിഷേധം ഈ
വനം വന്യജീവി വകുപ്പിനെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ഭാഗത്തുനിന്ന്. ജില്ലാ പ്രസിഡന്റിനൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സന്തോഷ് രാജൻ, ലിൻജോ ജോസഫ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വന്യജീവി ശല്യം തടയാനുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടും വനം വകുപ്പിന്റെ ഭരണ റിപ്പോർട്ടിൽ CHRനെ സംരക്ഷിത വനമാക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലയിലെ കൃഷിഭൂമി ഉൾപ്പെടെ വനമാക്കി മാറ്റുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചും ഫെബ്രുവരി 4-ാണ് പരപ്പിൽ വെച്ച ഫ്രാൻസിസ് അറക്കപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചത്. അതേസമയം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെയും പ്രവർത്തകരുടെയും അറസ്റ്റിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ജനകീയ പ്രശ്നത്തിൽ ഇടപെട്ട മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടി പ്രതിഷേധാർഹമാണെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഖ് തോമസ് പറഞ്ഞു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെ കരിങ്കൊടി കാണിച്ചു എന്നുള്ള ഒരു കുറ്റത്തിൻ്റെ പേരിലാണ് ജാമ്യം പോലും നൽകാതെ ജാമ്യമില്ലാ വകുപ്പുകൾ ഇട്ടുകൊണ്ട് ഇവിടെ അറസ്റ്റ് നടത്തിയിരിക്കുന്നു. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായി വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇവിടെ കടന്നു വന്ന വനംവകുപ്പ് മന്ത്രിയെ പ്രതിഷേധ സൂചകമായിട്ട് കരിങ്കൊടി കാണിച്ചുകൊണ്ട് അവിടെ ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ അതിദാരുണമായ സംഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ തന്നെ ഒരാഴ്ചക്കകം 2 പേരാണ് കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടത്. ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഇവിടെ കേരളത്തിൽ തന്നെ ഏതാണ്ട് 4ഓളം പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഈ മനുഷ്യരുടെ പാവങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ട മന്ത്രി അടക്കമുള്ളവർ ഈ കാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥ വളരെ അതിനെതിരെയാണ് അതിശക്തമായ പ്രതിഷേധവുമായിട്ട് യൂത്ത് കോൺഗ്രസ് സമരവുമായിട്ട് കടന്നു വന്നത്. ഉപ്പുതറ സർക്കിൾ ഇൻസ്പെക്ടർ ജോയി മാത്യു, ASI R ഹെൻറി എന്നിവരുടെ നേതൃത്വത്തിലാണ് മൂവരെയും അറസ്റ്റ് ചെയ്തത്. വൃദ്ധസദനത്തിൽ പരിചരണം ലഭിക്കുന്നതിനായി മുൻകൂർ നൽകിയ പണവുമായി നടത്തിപ്പുകാരൻ മുങ്ങിയെന്ന് പരാതി. ഇതേ തുടർന്ന് തൊടുപുഴ മുതലക്കോടത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ മുടങ്ങി. സംഭവത്തിൽ അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയെന്ന് തൊടുപുഴ പോലീസ് പറഞ്ഞു. കോഴിക്കോട് സ്വദേശിയായ VP കൊച്ചാഗസ്തി ഇവിടെ എത്തിയത് വാർദ്ധക്യകാലത്ത് മെച്ചപ്പെട്ട താമസവും പരിചരണവും ചികിത്സയും കിട്ടുമെന്ന പരസ്യം കണ്ടിട്ടാണ്. ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ കിട്ടിയ തുകയാണ് സ്ഥാപനത്തിന് നൽകിയത്. വൃദ്ധസദനത്തിലെത്തിയ ആദ്യ നാളുകളിൽ പ്രശ്നങ്ങളില്ലായിരുന്നെന്ന് ആഗസ്തി പറയുന്നു. 11 ലക്ഷത്തിൽ കൂടുതൽ പലപ്പോഴായിട്ട് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ മേടിച്ചേക്കണേ. എനിക്ക് അതുവരെ കിട്ടിയിട്ടില്ല. ഇതുവരെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ മോശമാണ്, കഷ്ടമാണ്. ഞാനൊരുപാട് പ്രായമായ ആളാണ്. മരുന്നും എല്ലാവരും തരാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മരുന്നൊന്നും തരണില്ല. മരുന്നൊക്കെ തന്നിട്ട് 3-4 മാസമായി. അതൊക്കെ അയാളുടെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ ഉത്തരവാദിത്തമായിട്ട് അയാൾ സ്വയം ഏറ്റെടുത്തേക്കണതാണ്. കാശ് മേടിച്ചപ്പോൾ ഇതുവരെ ഒന്നും അയാൾ ചെയ്യണില്ല. പിന്നെ 2-3 ദിവസം മുന്നേ അയാളുടെ ഫാദർ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. കോഴ്സ് അത് പോലീസ് കേസായെന്ന് എനിക്ക് തോന്നുന്നത്. കാശ് കിട്ടിയാൽ വളരെ ഉപകാരമാണ്. ഞങ്ങളെ കൊണ്ട് അത് മേടിക്കാനായിട്ടുള്ള ശക്തിയും കഴിവൊന്നും ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ പോലീസുകാരോട് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നടത്തിപ്പുകാരനായ ജീവൻ തോമസ് വിദേശത്തേക്ക് കടന്നതോടെ ചികിത്സയും പരിചരണവും ഒക്കെ മുടങ്ങി. പലതവണയായി കൊച്ചാഗസ്തിയുടെ കയ്യിൽ നിന്നും 11 ലക്ഷം രൂപയാണ് വാങ്ങിയത്. മാനസിക വെല്ലുവിളി നേരിടുന്നവരടക്കം 7 അന്തേവാസികളാണ് ഇവിടെയുള്ളത്. ഇവരെ പരിചരിക്കാനായി ഒരു ജീവനക്കാരി മാത്രമാണുള്ളത്. അവർക്കും മാസങ്ങളായി വേതനം ലഭിക്കുന്നില്ല. അടച്ചുറപ്പുള്ള ചുറ്റുമതിലും സുരക്ഷാ ജീവനക്കാരനുമില്ല. ഭക്ഷണം മുടങ്ങിയതോടെ സ്വന്തം കയ്യിലുള്ള പണം മുടക്കിയാണ് പ്രായമായ അന്തേവാസികൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പ് രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും പറയപ്പെടുന്നു. എന്നാൽ സാമ്പത്തികമായി തകർന്നതോടെ അയർലൻഡിലേക്ക് ജോലി അന്വേഷിച്ചു പോയെന്നും പണം കിട്ടുന്ന മുറയ്ക്ക് പ്രശ്നപരിഹാരം കാണുമെന്നുമാണ് ജീവൻ തോമസ് പറയുന്നതെന്നും അന്തേവാസികൾ പറഞ്ഞു. 10 ലക്ഷം രൂപ കൊടുത്തിട്ട് വന്നതാണ്. 12 വർഷമായി. അപ്പം ആഹാരമൊക്കെ അത്യാവശ്യത്തിന് കുറച്ച് കിട്ടുന്നുള്ളൂ. നേരത്തെ പഴയ പോലെയൊന്നും ഇല്ല. പിന്നെ അയാൾ വിദേശത്ത് മുങ്ങിയിരിക്കുകയാണ്. പൈസ അയാളുണ്ടാകുമ്പോൾ തരാമെന്നൊക്കെ പറയുന്നത്. ഇവിടുത്തെ അന്തേവാസികൾ പോലീസിൽ വിളിച്ച പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വൃദ്ധസദനത്തിലെത്തി അന്വേഷണം നടത്തി. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയെന്ന് തൊടുപുഴ SHO S മഹേഷ് കുമാർ പറഞ്ഞു. ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം ഫെബ്രുവരി 16-ന് കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി CP മുരളി ഉദ്ഘാടനം ചെയ്യും.
കട്ടപ്പന മലനാട് SNDP യൂണിയൻ ഹാളിൽ വെച്ചാണ് ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം നടക്കുന്നത്. നിർമ്മാണ മേഖലയിലെ സ്തംഭനാവസ്ഥ അടിയന്തരമായി സർക്കാർ ഇടപെട്ട് പരിഹരിക്കുക, പട്ടയഭൂമിയിലും അർഹതപ്പെട്ട കൈവശ ഭൂമിയിലും നിർമ്മാണം നടത്തുന്നതിന് സർക്കാർ ഇടപെടുക, നിർമ്മാണ നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കുക, പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് പാറയും പാറ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്നതിന് അനുമതി നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് സമ്മേളനം രൂപം കൊടുക്കും. ഇപ്പോൾ ബോർഡ് ഒരു തീരുമാനമെടുത്ത് മാർച്ച് മാസം 31 വരെ 2024 മാർച്ച് മാസം 31 വരെയുള്ള ചില ആനുകൂല്യങ്ങൾ 2022 മുതൽ കിടക്കുന്നത് കൊടുക്കാം എന്നുള്ള പരിപാടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 53 കുറച്ച് കോടി രൂപ അതിനു വേണ്ടി അനുവദിച്ചിട്ടുമുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല. ഇപ്പം നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിർമ്മാണ നിരോധനം നിലനിൽക്കുക. നിർമ്മാണ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഇപ്പം ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ട്. അതിനകത്ത് ഞങ്ങളിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില മുദ്രാവാക്യങ്ങൾ ഇതിനകത്ത് തന്നെ ഈ നോട്ടീസിനകത്ത് തന്നെ പറയുന്നുണ്ട്. തൊഴിൽ എടുക്കാൻ കഴിയാത്ത, തൊഴിൽ നഷ്ടപ്പെട്ടുള്ള നിർമ്മാണ തൊഴിലാളികൾക്ക് അവർക്ക് സൗജന്യ റേഷൻ കൊടുക്കണം. അതിനകത്തൊരു പ്രധാന വിഷയമാണ്. മറ്റ് ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി കൊടുത്തു തീർക്കണം. ഇതിന് ഗവൺമെൻറ് ഇടപെടണം. ഇതിനോടൊപ്പം തന്നെ പട്ടയഭൂമിയിലെ നിർമ്മാണവും നിരോധിച്ചിട്ടുണ്ട്. അത് മാറ്റണം. പട്ടയഭൂമിയിലെ നിരോധനവും അർഹതപ്പെട്ട പട്ടയമില്ലാത്ത ഭൂമിയിലുള്ള നിർമ്മാണവും നടത്താനുള്ള അനുവാദം ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കണം. ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് വാഴൂർ സോമൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ P. മുത്തുപ്പാണ്ടി, AATUC ഇടുക്കി ജില്ലാ കൗൺസിലർ GN ഗുരുനാഥൻ, സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം VR ബാലകൃഷ്ണൻ, CPI സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KN സുകുമാരൻ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ TR ശശിധരൻ, സെക്രട്ടറി രഘു കുന്നുംപുറം, ട്രഷറർ ലീലാമ വിജയൻ, G. മോഹനൻ, ജിത്ത് വെളുത്തെടുത്ത, സുമ തങ്കപ്പൻ, ശാന്തമ്മ തങ്കപ്പൻ, MC നാരായണൻ, KK സുശീലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുതോണിയിൽ DTPC കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം അടച്ചുപൂട്ടി. പാറേമാവിൽ DTPC സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ നടത്തിപ്പിന് വാടകയ്ക്ക് നൽകിയ കെട്ടിടമാണ് യാതൊരു കാരണവുമില്ലാതെ അടച്ചുപൂട്ടിയത്. സർക്കാരിന് വരുമാനവും ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായ കെട്ടിടം അടച്ചുപൂട്ടിയതിനെതിരെ പ്രതിഷേധവും വ്യാപകമാവുകയാണ്. 20 വർഷം മുൻപ് 1 കോടിയിലധികം രൂപ മുടക്കി DTPC നിർമ്മിച്ച കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്താതെ 10 വർഷക്കാലം അടഞ്ഞുകിടന്നു. എന്നാൽ മുൻ ജില്ലാ കളക്ടർ H. ദിനേശിന്റെയും DTPC മുൻ സെക്രട്ടറി JNP വിജയന്റെയും ഇടപെടൽ മൂലം സ്വകാര്യ വ്യക്തിക്ക് 5 വർഷത്തേക്ക് 5 ലക്ഷം രൂപ വാടകയ്ക്ക് ഹോട്ടൽ വ്യവസായത്തിനായി കെട്ടിടം വിട്ടുനൽകുകയായിരുന്നു. എന്നാൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഹോട്ടൽ 5 വർഷം കാലാവധി പൂർത്തിയായതോടെ DTPC കെട്ടിടം അടച്ചുപൂട്ടി. ടൂറിസം വികസനത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷന്റെ നേതൃത്വത്തിൽ പാറേമാവിൽ ഹോട്ടൽ സമുച്ചയം പണിയുകയും 10 വർഷക്കാലത്തോളം അത് അടഞ്ഞുകിടക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 4 വർഷം മുമ്പ് അത് തുറന്ന് പ്രവർത്തിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ ഗുണഭോക്താക്കളാവുകയും ചെയ്തതാണ്. കഴിഞ്ഞ 6 മാസമായി ആ ഹോട്ടൽ അടച്ചിട്ട ശേഷം അത് തുറന്ന് പ്രവർത്തിക്കുന്നതിനോ അതിൻ്റെ മെയിൻ്റനൻസ് നടപടികളോ ഒന്നും സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിൻ്റെ ഫലമായി ആ ഹോട്ടൽ അടഞ്ഞു കിടക്കുന്നത് ഇടുക്കിയിലെത്തുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനോ വിശ്രമിക്കുന്നതിനുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാതായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. അടിയന്തരമായി DTPCയുടെ നേതൃത്വത്തിലുള്ള ആ ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ഇടുക്കിയിലേക്ക് എത്തിച്ചേരുന്ന യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ജില്ലാ ആസ്ഥാന മേഖലയിലെ ചെറുതോണി ഉൾപ്പെടെയുള്ള ടൗണുകളിൽ പാർക്കിംഗ് സൗകര്യം കുറവാണ്. എന്നാൽ DTPC അടച്ചുപൂട്ടിയ കെട്ടിടത്തിൽ 100ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടായ കെട്ടിടം അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധം ശക്തമാണ്. സ്വകാര്യ സ്കൂളിലെ പ്രധാന അധ്യാപികയോട് ലൈംഗിക ചുവയോടെ പെരുമാറുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തയാൾ തങ്കമണി പോലീസിന്റെ പിടിയിൽ. തങ്കമണി കാൽവരിമോണ്ട് 8 മൈൽ സ്വദേശി കരിക്കത്തിൽ അർജുനാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ 9-ാം തീയതിയാണ് സംഭവത്തിൽ തങ്കമണി പോലീസിൽ പരാതി ലഭിക്കുന്നത്. സ്വകാര്യ സ്കൂളിലെ പ്രധാന അധ്യാപികയോട് ലൈംഗിക ചുവയോടെ പെരുമാറുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും വ്യാജ വീഡിയോ കൃത്രിമമായി നിർമ്മിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തെന്നാണ് പരാതി. പ്രതി അർജുൻ
വാടകയ്ക്ക് താമസിക്കുന്ന തൊടുപുഴ കുമാരമംഗലത്തെ വീട്ടിൽ നിന്നുമാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. പ്രതിയെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തങ്കമണി SHO, എബി MP, മറ്റ് ഉദ്യോഗസ്ഥരായ സുനിൽകുമാർ, ജിതിൻ എബ്രഹാം, സിജു ജോസഫ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർക്ക് നേരെ നടത്തിയ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ DMO ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത്. JPHN സൂപ്പർവൈസേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സിന്ധു N സമരത്തിൽ അധ്യക്ഷയായിരുന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒറ്റക്കെട്ടായ രീതിയിൽ പ്രവർത്തിക്കേണ്ടവരാണ് ഈ ആശാ വർക്കേഴ്സും JPHN ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയിൽ അല്ലെങ്കിൽ അവരുടെ ഓണറേറിയം ഏത് രീതിയിൽ തടയപ്പെട്ടു അല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം തന്നെ നമുക്കറിയാം, നമ്മുടെ നിരവധിയായ കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകളെല്ലാം തന്നെ തടയപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകം പറയുവാണെങ്കിൽ ആരോഗ്യ മേഖല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ കേരളത്തോടുള്ള അവഗണനയാണ് നമുക്ക്. ജില്ലാ സെക്രട്ടറി സിനി R നായർ വിഷയാവതരണം നടത്തി. ഷോളി ജേക്കബ്, ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം സുഭാഷ് ചന്ദ്രബോസ്, സജിമോൻ DK, ശുഭ PA എന്നിവർ സംസാരിച്ചു. നിരവധി JPHN അംഗങ്ങളും സമരത്തിൽ പങ്കെടുത്തു. കാഞ്ചാർ മേപ്പാറ പുട്ടുസിറ്റി കൽത്തൊട്ടി റോഡ് നവീകരണം പൂർത്തിയായി ഒരാഴ്ചയ്ക്കുള്ളിൽ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങിയതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. നിർമ്മാണത്തിലുണ്ടായ അപാകതയാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. നാളുകളായി റോഡ് തകർന്നു കിടന്ന് ഗതാഗതം ദുഷ്കരമായതോടെയാണ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുക വകയിരുത്തി നവീകരണം നടത്തിയത്. ഒരാഴ്ച മുമ്പാണ് റോഡിന്റെ ടാറിംഗ് ജോലികൾ പൂർത്തിയായത്. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടതോടെ വിവിധ ഭാഗങ്ങൾ പൊളിഞ്ഞു തുടങ്ങി. ടാറിങ്ങും മെറ്റലുകളും കൈകൊണ്ട് വാരിക്കൂട്ടാവുന്ന സ്ഥിതിയിലെത്തിയതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികളും രംഗത്തെത്തി. ഇന്ന് ഈ റോഡ് നടന്നപ്പോൾ ഏതാണ്ട് പുട്ടുസിറ്റിക്ക് താഴെ മഠത്തിൻ്റെ പടിക്കൽ ഈ റോഡ് മൊത്തം പൊളിഞ്ഞു കിടക്കുക. ഈ പണി തീർന്നു എന്ന് പറഞ്ഞാൽ മുഴുവൻ സാധനങ്ങളും ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. കങ്കാണിപ്പടി ഭാഗത്താണെങ്കിൽ കുറച്ച് ടാറിങ് ചെയ്യാനുമുണ്ട്. വിളിച്ചു ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം മേപ്പാറയിൽ നടന്ന പെരുന്നാളിനോടനുബന്ധിച്ച് ധൃതിയിട്ട് ചെയ്തുകൊണ്ട് ആണ് ഈ റോഡിന് ഇത്രയും കംപ്ലൈൻറ്റ് സംഭവിച്ചതെന്നാണ് ഇതിൻ്റെ കോൺട്രാക്ടർ പറയുന്നത്. സത്യത്തിൽ ഈ റോഡ് നിർമ്മാണത്തിന് കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിർമ്മാണത്തിലുണ്ടായ കെടുകാര്യസ്ഥിതിയാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. വേണ്ടവിധം ടാർ മിക്സ് ചെയ്യാതെയാണ് പല ഭാഗങ്ങളിലും നിർമ്മാണം നടത്തിയതെന്നാണ് പരാതി. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ടാറിംഗ് കൂടുതലായി ഇളകിപ്പോകുന്നുണ്ട്. റോഡ് നവീകരണത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി വിജിലൻസിനടക്കം പരാതി നൽകാനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. കാഞ്ചാർ വെള്ളിലാങ്കണ്ട മൂലിക്കൽ കളരി സംഘത്തിന്റെ 36ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് ആയോധന കലയുടെ വിവിധ പ്രദർശനങ്ങൾ നടന്നു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഹൈറേഞ്ചിന്റെ കുടിയേറ്റ പാദമുദ്രകൾ പതിഞ്ഞ വെള്ളിലാങ്കണ്ടത്തിന്റെ മണ്ണിനെ പ്രശസ്തിയിലേക്ക് എത്തിക്കുന്നതിൽ ഓലിക്കൽ കളരി സംഘം പ്രത്യേക പങ്കുവഹിച്ചിരുന്നു. ഓലപ്പുരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച സംഘം ഇന്ന് ഇടുക്കി ജില്ലയുടെ തന്നെ തിലകക്കുറിയാണ്. 1990കൾ മുതൽ ഇവിടെ നൂറുകണക്കിന് ആളുകൾ കളരി അഭ്യസിച്ചു വരുന്നു. OK ജഗദീഷ് ആശാന്റെ കീഴിൽ ഇപ്പോൾ 1000ഓളം ശിഷ്യന്മാരുണ്ട്. ഇവരിൽ പലരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി കളരി കേന്ദ്രങ്ങൾ നടത്തുന്നുമുണ്ട്. ഇടുക്കിയുടെ ചരിത്രത്തോടൊപ്പം വളർന്നു വന്ന ഓലിക്കൽ കളരി സംഘത്തിന്റെ 36ാമത് വാർഷികമാണ് നടന്നത്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. നമ്മുടെ ഈ ഗ്രാമത്തിന്റെ തന്നെ ഉത്സവമായി മാറിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ 36ാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ ജനങ്ങളുടെ സഹകരണം കണ്ടാൽ അറിയാം. ഇല്ലെങ്കിൽ നമ്മളിവിടെ നമ്മുടെ മുന്നിലിരിക്കുന്ന ശിഷ്യഗണങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവരെല്ലാം ഈ സംഘത്തിനെ എത്രമാത്രം സ്നേഹിക്കുന്നു, ഈ നാടിന് വേണ്ടി എത്ര നന്മകൾ ചെയ്യുന്നു എന്നൊക്കെ. കോവിഡ് കാലഘട്ടം ഒഴിച്ചാൽ എല്ലാ വർഷവും പതിവ് തെറ്റാതെ നാടിന്റെ ആഘോഷമായി കളരി സംഘത്തിന്റെ വാർഷികം സംഘടിപ്പിക്കാറുണ്ട്. വാർഷികത്തോടനുബന്ധിച്ച് കളരി അഭ്യാസങ്ങളും പ്രദർശിപ്പിച്ചു. കൈപ്പൂരിൽ നിന്നുള്ള വിവിധ ഫൈറ്റ് മുറകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
വാർഷികത്തോടനുബന്ധിച്ച് കരിമരുന്ന് കലാപ്രകടനം, സ്നേഹവിരുന്ന് എന്നിവയും ക്രമീകരിച്ചിരുന്നു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ തെക്കേൽ, ജെയിംസ് തേക്കൊമ്പേൽ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ജോർജ് ജോസഫ് പടവൻ, കെ.സി. സിനീഷ് കുമാർ, മാത്യു ജോർജ്, വി.ആർ. ശശി തുടങ്ങിയ നിരവധി ആളുകൾ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പിന്റെ ഭാഗമായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായാണ് സർവകക്ഷി യോഗം ചേർന്നത്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ സമർപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ മാലിന്യ ശേഖരണത്തിലും സംസ്കരണത്തിലും മാതൃകയാണെന്ന് പരാമർശിച്ചിരുന്നു. ചിട്ടയോടെയുള്ള പ്രവർത്തനമാണ് ഇരട്ടയാറിന്റെ ഈ നേട്ടത്തിന് കാരണം. പഞ്ചായത്തിലെ 5030 വീടുകളിൽ നിന്നും 40% സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ മാലിന്യ ശേഖരണം നടത്തുന്നത്. ഓരോ മാസവും 4.5 മുതൽ 6 ടൺ വരെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നു. 26 ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് മാതൃകാപരമായ പ്രവർത്തനം നടക്കുന്നത്. ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക യുവജന സംഘടനകളും വ്യാപാരികളും ഒത്തൊരുമിച്ച് ഫെബ്രുവരി 15 ശനിയാഴ്ച ഗ്രീൻ ഇരട്ടയാർ 2K25 എന്ന പേരിൽ ബഹുജന ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മാതൃകാ പഞ്ചായത്ത് എന്ന രീതിയിൽ കേന്ദ്രത്തിലെ റിപ്പോർട്ടിൽ ഒരു പരാമർശം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് വലിയൊരു ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ്. ഇത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം ഇതിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മർച്ചൻ്റ് അസോസിയേഷൻ, അതുപോലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു വിങ്, അതുപോലെ തന്നെ തൊഴിലുറപ്പ്, മറ്റ് എല്ലാ സംഘടനകളും, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ, സാമൂഹ്യത്തിന് എല്ലാ സംഘടനകളും ഉൾപ്പെടുത്തിയാണ് ഈ ക്യാമ്പയിൻ നമ്മൾ നടത്തുന്നത്. പഞ്ചായത്തിലെ പൊതുവഴികളെല്ലാം തെളിച്ച് വൃത്തിയാക്കുന്നതിനും പൊതു ഇടങ്ങളെല്ലാം മാലിന്യമുക്തമാക്കുന്നതിനും സാമൂഹിക ബോധവൽക്കരണവുമാണ് ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് രജനി സജി, അംഗങ്ങളായ ജിൻസൺ വർക്കി, ജോസ് തച്ചാപറമ്പിൽ, സോണിയ മാത്യു, രതീഷ് എസ് ആലേപ്പുരയ്ക്കൽ, സെക്രട്ടറി ദാനേഷ് ബി, CDS ചെയർപേഴ്സൺ സനില ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാർ ലഹരി വർജന മിഷൻ ഇടുക്കി ഡിവിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഏകദിന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ വളർന്നു വരുന്ന ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കുക, ലഹരി ഉപയോഗം മൂലമുള്ള ദൂഷ്യവശങ്ങൾ കുട്ടികളെ മനസ്സിലാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. സിൽവത്തായി അധ്യക്ഷയായിരുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ തരത്തിലുള്ള കാര്യം ആ കുട്ടി ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ആ കുട്ടിയെ വിളിച്ചു വരുത്തിയപ്പോൾ പ്രിൻസിപ്പലിനോട് വലിയ മോശമായിട്ട് അല്ലെങ്കിൽ തട്ടിക്കയറുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തെങ്കിലും കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? പ്രിൻസിപ്പൾ എന്തായാലും ആ കുട്ടി മോശം കാര്യമാണ് ചെയ്യുന്നത്. ആ കുട്ടി നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പൊ എന്താണ് കുട്ടി ചെയ്യേണ്ടത്? സാറ് പറയുന്ന കാര്യം കേൾക്കണം. താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടുന്ന കാര്യങ്ങളാണ് ആ വിദ്യാർത്ഥി ചെയ്യേണ്ടത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. ശ്രീരാമൻ, പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ NSS ഓഫീസർ പോൾ രാജ്, കൗൺസിലർ അമ്പിളി PT, എക്സൈസ് ഉദ്യോഗസ്ഥൻ D. സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഡിജോ ദാസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ഫലവൃക്ഷ തൈ വിതരണം നടന്നു. 2024-25 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുൻകൂട്ടി തുക അടച്ചവർക്കാണ് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇപ്പം വേനലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും അത് മേടിക്കാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ അത് കൊണ്ടുവച്ച് ഇതിപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് മുന്നോട്ട് സമയം നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും അത് നിങ്ങൾ കൊണ്ടുവച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏത് കൃഷിയും നമ്മൾ നോക്കുന്ന പോലെ സംരക്ഷിക്കുന്ന പോലെയാണ് ഇത് വളർന്നു വരുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഫലവൃക്ഷത്തൈ കളയാതെ അത് നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരണമെന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മംഗോസ്റ്റീൻ, റംബൂട്ടാൻ, NAT,
പ്ലാവിന്റെ വിയറ്റ്നാം ഏർലി വിഭാഗത്തിൽപ്പെടുന്ന തൈകൾ എന്നിവയാണ് ഉപഭോക്താക്കൾക്ക് നൽകിയത്. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ചാൻസി ബേബി, മനോജ് മുരളി, കൗൺസിലർമാരായ പ്രശാന്ത് രാജു, സോണിയ JB എന്നിവർ സംസാരിച്ചു. ജോയി ആനത്തോട്ടം, ആഗ്നസ് ജോസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ ഷെയർ മാർക്കറ്റ് ആൻഡ് ലൈവ് ട്രേഡിംഗ് എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് അഞ്ജു B സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ട്രേഡിംഗിലൂടെ സ്വയം തൊഴിൽ എങ്ങനെ കണ്ടെത്താം എന്നതിനുള്ള പരിശീലനം കൂടിയാണ് കോളേജിൽ നടന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ CABM ഡിപ്പാർട്ട്മെന്റ് HOD അനുപമ BL അധ്യക്ഷയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് അഞ്ജു B സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ഇതോടൊപ്പം കുട്ടികളെ മികച്ച വിജയം കൈവരിക്കാൻ പ്രാപ്തരാക്കിയ അധ്യാപകരെയും ആദരിച്ചു. തുടർന്ന് പത്തനംതിട്ട മുസ്ലിയാർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊഫസർ നവീൻ കോശി നയിച്ച സെമിനാറും നടന്നു. ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലൈവായിട്ട് നമുക്ക് കാണണം, എന്താണെന്ന് മനസ്സിലാക്കണം. ടോം സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് എക്സാമിന് മാത്രം ഉപകരിക്കുന്ന ഒരു കാര്യമാണെന്ന് കരുതരുത്. ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വിദ്യയായിട്ട് തന്നെ ഇതിനെ എടുക്കാം. ഓക്കെ, ഇന്ന് നിങ്ങൾ ഇവിടുന്ന് നേടിക്കൊണ്ടു പോകുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം, സ്വയമേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ജീവിതത്തിൽ എന്തായാലും പണം സമ്പാദിക്കുകയും പണം കൊണ്ട് ജീവിക്കുകയും ഒക്കെ വേണ്ടവരാണ്. ജീവിതത്തിൽ ആരോഗ്യം വേണം, ജീവിക്കണമെങ്കിൽ പണം വേണം, അത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പം അതിന് ഉതകുന്നതായ ചില ടിപ്സും ചില അറിവുകളുമാണ് ഈ 2 മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ നേടാനായിട്ട് പോകുന്നത്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കട്ടപ്പന സെൻട്രൽ വാർഷിക കൺവെൻഷൻ ആരംഭിച്ചു. സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ MT തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 37ാമത് വാർഷിക കൺവെൻഷനാണ് കട്ടപ്പന CSI ഗാർഡനിൽ തുടക്കമായത്. ഫെബ്രുവരി 12 മുതൽ 16 വരെ എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ MT തോമസ് ഉദ്ഘാടനം ചെയ്തു. ഒന്നാമത്തെ കൺവെൻഷൻ മുതൽ ആണ്ടുതോറും വാർഷിക കൺവെൻഷനായി നടക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തല്ലോ. ഇതുവരെയും അത്ഭുതകരമായി നടത്തിയ അവിടുത്തെ വഴികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സ്ഥലത്ത് നിന്ന് ധാരാളമായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ദേശത്ത് അവിടെ ജനങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാടും പ്രഘോഷിക്കപ്പെടേണ്ടതാകുന്നു. സർവസൃഷ്ടിയോടും സകല ജാതികളോടും അത് പ്രഘോഷിക്കപ്പെടണമെന്നുള്ളത് അവിടുത്തെ വചനമാകിയാൽ സഭയുടെ ദൗത്യമായിരിക്കുന്ന ഈ സംരംഭത്തിൽ കർത്താവേ അവിടുത്തെ വലിയ സാന്നിധ്യം ഉള്ളതിനായി സ്തോത്രം. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുള്ള നന്മ ചെയ്ത കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ സാജു ചാത്തന്നൂർ, പാസ്റ്റർ ലാവർ വി മാത്യു, റവറന്റ് ഡോക്ടർ തോമസ് അമ്പുക്കൈത്ത, പാസ്റ്റർ തോമസ് ഫിലിപ്പ് തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ സംസാരിക്കും. വെള്ളിയാഴ്ച നടക്കുന്ന റിവൈവൽ ഫെലോഷിപ്പിൽ സിസ്റ്റർ ജയമോൾ രാജു സന്ദേശം നൽകും. ശനിയാഴ്ച സ്നാന ശുശ്രൂഷയും തുടർന്ന് നടക്കുന്ന സൺഡേ സ്കൂൾ സംയുക്ത സമ്മേളനത്തിൽ ബ്രദർ ഫിന്നി P മാത്യു സന്ദേശവും നൽകും. ഞായറാഴ്ച സംയുക്ത ആരാധനയും സമാപന സമ്മേളനവും നടക്കും. എല്ലാ ദിവസവും നിരണം ഹീലിംഗ് മെലഡീസ് നയിക്കുന്ന ഗാന ശുശ്രൂഷയും ഉണ്ടായിരിക്കും. ജനറൽ കൺവീനർ പാസ്റ്റർ MT തോമസ്, സെക്രട്ടറി പാസ്റ്റർ ടോം തോമസ്, പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ റജി ഗോഡ്ലി തുടങ്ങിയവർ നേതൃത്വം നൽകും. പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇടുക്കി ജില്ലാ കരാട്ടെ ഗ്രേഡിംഗ് ടെസ്റ്റ് നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി ഇടുക്കി DYSP ജിൻസൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. സ്വയം പ്രതിരോധ പാഠങ്ങളും കായിക ശേഷിയും ആത്മവിശ്വാസവും കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ PTAയുടെ നേതൃത്വത്തിൽ 2 വർഷക്കാലമായി കരാട്ടെ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. 54 കുട്ടികളാണ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ പങ്കെടുത്തത്. പഴയരിക്കണ്ടം ഗവൺമെന്റ് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് JNAJ അധ്യക്ഷനായിരുന്നു. ഇടുക്കി DYSP ജിൻസൺ മാത്യു കരാട്ടെ ഗ്രേഡിംഗ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കരാട്ടെ പരിശീലനം പോലുള്ള ഇത്തരം കായിക അഭ്യാസങ്ങളുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് കൂടെ നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മളെ ആരെയും നേരിടാനോ കായികപരമായിട്ട് തോൽപ്പിക്കാനോ നമ്മുടെ മസിൽ ബലം കാണിക്കാനോ ഒന്നുമല്ല. ഇത് നമ്മളൊരു മാനസികമായിട്ടൊരു കരുത്ത് നേടുക, നമ്മുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി നല്ല രീതിയിൽ അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രതിരോധത്തിന് നമുക്ക് ഉപയോഗിക്കാം, എങ്കിലും നമ്മൾ ആരെയും ആക്രമിക്കാനും ഒന്നുമല്ല. നമ്മൾ മികച്ചൊരു മാനസിക പക്വത ഇത് ഈ ആയോധനകാലം അഭ്യസിച്ചെടുക്കുന്ന ഒരാൾ നേടേണ്ടതുണ്ട്. ആ മാനസിക പക്വതയും കൂടി എത്തിച്ചേരണം എന്നുള്ളതാണ് ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.
കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷാ മോഹനൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഷിറ്റോ കരാട്ടെ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷിഹാൻ ബേബി ചടങ്ങിൽ മുഖ്യ അതിഥിയായി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശാന്തി എസ്, MPTA പ്രസിഡന്റ് ജ്യോതിഷ അരുൺ, PTA വൈസ് പ്രസിഡന്റ് ബിജു അറക്കൽ, സ്റ്റാഫ് സെക്രട്ടറി രവികുമാർ KV തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 18ാം പടിയുടെ സമർപ്പണവും പുതിയ പീഠത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച കറുപ്പുസ്വാമിയുടെ പൗർണമി പൂജയും നടന്നു. ക്ഷേത്ര മേൽശാന്തി ജയശങ്കർ P നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ശബരിമലയ്ക്ക് സമാനമായ രീതിയിൽ 18ാം പടിയും കൊടിമരവും ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടാണ് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് 18ാം പടി സമർപ്പണ ചടങ്ങ് നടന്നത്. ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ഭക്തജനങ്ങളും 18ാം പടിയിൽ കാണിക്കവെച്ച അനുഗ്രഹം പ്രാപിച്ചു. ക്ഷേത്ര മേൽശാന്തി ജയശങ്കർ P നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. 18ാം പടിയുടെ കാവൽക്കാരനായി നിൽക്കുന്ന കറുപ്പുസ്വാമിയുടെ വിഗ്രഹത്തെ പുതിയ പീഠത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച ആദ്യ പൗർണമി ദിനത്തിലെ വിശേഷാൽ പൂജയും നടന്നു. ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന മഹാശിവരാത്രി മഹോത്സവം 26ാം തീയതി വിപുലമായി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നിരവധി ഭക്തജനങ്ങൾ പൂജാകർമ്മങ്ങളിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ലോകത്തിൽ ഇന്നും നിലനിൽക്കുന്ന അതിപൗരാണിക ആയോധന കലയായ കളരിയുടെ മഹത്വം വിളിച്ചോതുകയാണ് ഹൈറേഞ്ചിലെ ഒരു കുടിയേറ്റ ഗ്രാമവും കളരി സംഘവും. കാഞ്ചാർ വെള്ളിലാങ്കണ്ടം ഓലിക്കൽ കളരി സംഘത്തിന് 3.5 പതിറ്റാണ്ട് തികയുമ്പോൾ ഇവിടുത്തെ കളരിയും കളരിമുറകളും ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. കളരിയുടെ ഉത്ഭവ കാലഘട്ടത്തെക്കുറിച്ച് ഇന്നും ഔദ്യോഗിക രേഖകൾ ഒന്നുമില്ലാതെ തുടരുകയാണ്. 11ാം നൂറ്റാണ്ടിലോ 12ാം നൂറ്റാണ്ടിലോ ആണ് കളരി ഉടലെടുത്തതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ കേരളത്തിലെ സാംസ്കാരികവും പരമ്പരാഗതവുമായ ആയോധന കലാരൂപമായി എക്കാലവും കളരി സ്ഥാനം പിടിച്ചു പോരുന്നു. 108 മർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഈ ആയോധന കലാരൂപം കേരളത്തിന്റെ ചരിത്ര വഴികളും വലിയ പങ്കാണ് വഹിക്കുന്നത്. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ വ്യക്തിത്വ വികസനത്തോടൊപ്പം ധർമ്മവും സത്യസന്ധതയും ഊർജ്ജസ്വലവുമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് കളരിയുടെ ലക്ഷ്യം. വടക്കൻ, തെക്കൻ, തുളുനാടൻ എന്നിങ്ങനെ 3 തരം കളരി രീതികളാണ് പ്രധാനമായും പ്രചാരത്തിലുള്ളത്. മെയ്പയറ്റ്, കോൽപ്പയറ്റ്, ആയുധപ്പയറ്റ്, വെറുംകൈ പ്രയോഗം എന്നിങ്ങനെ 4 ഘട്ടങ്ങളാണ് കളരിക്കുള്ളത്. മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറുംകൈ എന്നിങ്ങനെയാണ് ഈ ഘട്ടങ്ങൾക്ക് കളരിയിൽ പറയുന്നത്. ഒപ്പം മർമ്മവിദ്യകൾ, ഒഴിച്ചിൽ ഉൾപ്പെടെ ചില ചികിത്സാ രീതികളും കളരി പഠനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എല്ലാ ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന കളരി ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്നു. അത്തരത്തിൽ ഹൈറേഞ്ചിലെ കുടിയേറ്റ ഗ്രാമമായ വെള്ളിലാങ്കണ്ടത്തെ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ് ഓലിക്കൽ കളരി സംഘം. വലതിറങ്ങുക, ഇടം വലം തൊടുക, മുട്ട് തൊട്ട് മൈപ്പ് തൊട്ട് തൊടുന്നെന്ന് പറഞ്ഞു. വലതുകൊണ്ട് അടിച്ച് തിരിച്ചു കുത്തി, ഇടതെടുത്ത് നോക്കി, മുട്ടൂന്നി തൊടുക, തൊടുന്നെന്ന് പറഞ്ഞു. 1990കളിൽ ഓലപ്പുരിയിലാണ് ഓലിക്കൽ കളരിയുടെ തുടക്കം. നിലവിൽ 36 വർഷം പിന്നിടുമ്പോൾ ആശാൻ OK ജഗതിക്കൊപ്പം ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളാണുള്ളത്. ദൈവപ്രീതിക്കായി പൂജാ കർമ്മങ്ങളോടെയാണ് കളരി അഭ്യാസങ്ങൾക്ക് തുടക്കമാവുന്നത്. ഒപ്പം ആയുധ പൂജകളും നടക്കും. പഠനം നടത്തുന്ന കൊച്ചുകുട്ടികൾ മുതൽ കച്ചമുറുക്കി കളത്തിലിറങ്ങും. പിന്നീട് വിവിധ വണക്കങ്ങൾക്ക് ശേഷം വിവിധ മെയ്വഴക്കങ്ങളും അഭ്യാസങ്ങളും നടത്തും. ശേഷം കൈപ്പോര് മുതൽ വാൾപ്പയറ്റ, ഉറുമി അഭ്യാസം വരെ ആവേശം കൊള്ളിക്കുന്നതാണ്. എന്നാൽ ഒടുവിലെ പന്തം ഉപയോഗിച്ചുള്ള കളരി ഇനം സാഹസികത പകർന്നു നൽകുന്നതാണ്. ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഹൈറേഞ്ചുകാർക്ക് ഓലിക്കൽ കളരി സംഘത്തിന്റെ വാർഷിക ദിനത്തിൽ കാണാനാകും.
വിദേശീയരും സ്വദേശീയരുമായിട്ടുള്ള നിരവധി ആളുകളാണ് അന്നേ ദിവസം കളരിക്കളത്തിന് ചുറ്റും ഒത്തുകൂടുന്നത്. കളരിയുടെ മഹാത്മ്യവും ഗുണങ്ങളുമെല്ലാം ഓരോരുത്തരും പ്രദർശനത്തിലൂടെ പകർന്നു നൽകുകയാണ് ജഗതിയാശാനും ശിഷ്യഗണങ്ങളും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 122, വിൽപ്പനയ്ക്ക് വന്നത് 22,856, വിൽപ്പന നടന്നത് 22,645. കൂടിയ വില 3,197, ശരാശരി വില 2,967. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 3000, ഏലം ശരാശരി വില 2800. കാപ്പിപ്പരിപ്പ് 480, ഗ്രാമ്പു 880, കൊക്കോ 170, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,980 രൂപ, വെള്ളി 107. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയാൻ 10 പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. തീരുമാനം വനം വകുപ്പ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ. വന്യജീവി ആക്രമണം രൂക്ഷമായി ഇടുക്കിക്കും സംസ്ഥാനത്തിനും പുതിയ തീരുമാനങ്ങൾ ആശ്വാസമാകുമെന്ന പ്രതീക്ഷ. മൂന്നാർ വാഗുവരയ്ക്ക് സമീപം പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റത് തൃശൂർ സ്വദേശി ഡിൽജയ്ക്ക്. ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്ന കാട്ടുകൊമ്പൻ പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി വനം വകുപ്പ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ അറസ്റ്റിൽ. ജില്ലാ പ്രസിഡന്റിനെയും മറ്റ് 2 പ്രവർത്തകരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉപ്പുതറ പോലീസ് അറസ്റ്റ് ചെയ്തത് മന്ത്രി AK ശശീന്ദ്രന്റെ വാഹനം തടഞ്ഞ് കരിങ്കൊടി കാണിച്ചതിന്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വൃദ്ധസദനത്തിൽ പരിചരണം ലഭിക്കുന്നതിനായി മുൻകൂർ നൽകിയ പണവുമായി നടത്തിപ്പുകാരൻ മുങ്ങിയെന്ന് പരാതി. ഇതേ തുടർന്ന് തൊടുപുഴ മുതലക്കോടത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ ഭക്ഷണവും മരുന്നും മുടങ്ങി. സംഭവത്തിൽ അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയെന്ന് തൊടുപുഴ പോലീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.